ഈ ഡ്രൈവർക്ക് ലൈസൻസ് ഇല്ലാത്തതും പിന്നെ അതേമാതിരി 6 മണിക്ക് ശേഷം ബോട്ടെടുത്ത് ഓടിയതും ഇതൊക്കെ ആരാ നോക്കാനുള്ളത്? നമ്മൾ ജനങ്ങളെ സുരക്ഷ ഇതൊക്കെ ആരാ നോക്കേണ്ടത്? ഇവിടെ ആരാ നോക്കാനുള്ളത്? അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ 22 പേര് മരിച്ചത്. കാരണം അത് 7 മണിക്കാണ് ആ ബോട്ട് ലാസ്റ്റ് സർവീസ് എടുത്തുന്നത്. 7 മണിക്കാണ്. 7 മണിക്കൊന്നും സർവീസ് നടത്താൻ പാടില്ല ആ കായലിൽ പ്രത്യേകിച്ചിട്ട്. ആ ടൈമിൽ ഒന്നും ഉണ്ടായില്ല. വളരെ നിശബ്ദതയായി കിടക്കുന്ന ഒരു പുഴയായിരുന്നു. എങ്ങനെയാണ് ബോട്ട് മറിഞ്ഞത്? നമുക്ക് തന്നെ അത്ഭുതമാണ്. എൻ്റെ പേര് സൈദലി. എൻ്റെ 4 കുട്ടികളും ഭാര്യ. മൊത്തത്തിൽ നമ്മളെ വീട്ടിൽ നിന്ന് 11 പേര് പോയിട്ടുണ്ട്. അതിൻ്റെ വേദനയിൽ തന്നെ ഇപ്പോഴും ഉള്ളത് നമ്മൾ. കാരണം ഇപ്പോൾ നമ്മൾ വീട്ടിലായിട്ടുള്ളത് ഉമ്മയും അനിയനും ഞാൻ തന്നെ ഉള്ളത്, വേറെ ആരുമില്ല. അപ്പോൾ നമ്മൾ പേപ്പറിലൊക്കെ ഇങ്ങനെ ഓരോന്ന് വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സങ്കടങ്ങൾ വരുന്നുണ്ട്. കാരണം പേപ്പറിൽ നിരന്തരമായിട്ടും അല്ലെങ്കിൽ ആഴ്ച കൊണ്ടും നമ്മൾ ഫോട്ടോകളും ഓരോ ഈ മീഡിയൻ്റെ ഇതിലൊക്കെ ഇങ്ങനെ പല ന്യൂസായിട്ട് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ വന്നുകൊണ്ട് കാര്യമില്ലല്ലോ. കാരണം ഇപ്പോൾ എനിക്ക് നീതി വേണം. എൻ്റെ പിള്ളേർക്ക് ഇനി നീതി കിട്ടിയിട്ട് കാര്യമില്ല. കാരണം അവർ പോയി. നമ്മളെ കുടുംബം ഇപ്പോൾ ഉള്ളവർക്ക് നമുക്ക് നീ കാരണം ഗവൺമെൻറ് ആയാലും കോടതി ആയാലും ഉണ്ടല്ലോ ഇവിടെ. അവരറിയുമല്ലോ ഇതിൻ്റെ എങ്ങനെയാണ് ഏത് സംഭവം എന്നുള്ള എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ പേപ്പറിലൊക്കെ നമ്മളെല്ലാവരും വായിച്ചതാണ്. ഇതിൻ്റെ എല്ലാ സംഭവവും നമ്മൾ പേപ്പറിലും മീഡിയയിൽ കൂടി നമ്മൾ കണ്ടതാണ്. ഈ ബോട്ടിൻ്റെ അനധികൃതമായിട്ടുള്ള സംഭവങ്ങളും എടുത്ത് ഓടിയതും ഇതൊക്കെ ആരാ നോക്കാനുള്ളത്? നോക്കുന്ന ആൾക്കാർ എവിടെയാണ്? അതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. കാരണം 6 മണിക്ക് ശേഷം ബോട്ട് നമ്മളെ ഷട്ട് ഡൗൺ ചെയ്യണം, നിർത്തണം. അവിടുന്ന് വീണ്ടും ബോട്ടെടുത്ത് ഓടുമ്പോൾ ഇവരാരാണ്? ഇവർക്ക് കൊടുത്തോ ഇവിടെ മൊത്തം? ഇവർ കുറച്ച് പൈസ ഉണ്ടെന്നിട്ട് അങ്ങോട്ട് ചെയ്യാണ്. നമ്മൾ ജനങ്ങളെ സുരക്ഷ ഇതൊക്കെ ആരാ നോക്കേണ്ടത്? ഇവിടെ ആരാ നോക്കാനുള്ളത്? അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ 22 പേര് മരിച്ചത്. കാരണം ആഡംബരമായിട്ടാണ് അവർ ആ ബോട്ട് ഇതുവരെ, കാരണം ഈ ബോട്ട് മറിയുന്നതിന് മുമ്പുള്ള ഉദ്ഘാടനത്തിന് അന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഫുള്ള് വെള്ളത്തിൽ ആഡംബരമാണ് ആ ബോട്ടിൽ. ഡാൻസും പാട്ടും ഭയങ്കര ഡീജൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം അറിയാം ഈ ബോട്ട് അപകടം വരും എന്നുള്ളത്. പക്ഷേ അതിൽ നമ്മൾ കുടുംബമായത് നമുക്ക് ഭയങ്കര വേദന ഉണ്ട്. ഇപ്പോൾ ഒരുപാട് മേഖലയിൽ നിന്ന് ആ ബോട്ടിൽ കയറാൻ വേണ്ടി ആൾക്കാർ ഫാമിലി വരുമ്പോൾ നമ്മൾ തന്നെ പറയുന്നുണ്ട് ആ ബോട്ടിൽ കയറരുത്. കാരണം അത് ഏതൊരു നിമിഷം അത് ബോട്ട് അപകടത്തിൽ പായുന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം നമ്മൾ പഠിക്കാരനായതുകൊണ്ടാണ്. പക്ഷെ നമ്മളെ കുടുംബം അതിനകത്ത് കയറിയത് നമുക്ക് ഭയങ്കര വേദന. കാരണം നമ്മളെ കുടുംബം നമ്മളോട് ആദ്യം നമ്മൾ പറഞ്ഞാണ് ബോട്ടിൽ കയറരുതെന്ന് പറഞ്ഞാണ്. അവരില്ല എന്ന് പറഞ്ഞതാ. അവർ ബോട്ടിൽ കയറില്ല എന്ന് പറഞ്ഞാണ്. പക്ഷേ ആ ബോട്ടിൽ ഒരാൾക്ക് ഒരു ചാർജ് 100 രൂപ ഒരു വ്യക്തിക്ക്. നമ്മളിവിടുന്ന് നമ്മളെ ഫാമിലിയും ആൾക്കാരെല്ലാം പോയിട്ട് ഒരു 15 പേര് പോയിട്ടുണ്ട്. അപ്പോൾ ഈ 15 പേര് പോയതിൽ ഇവർ ആകെ എടുക്കുന്നത് 15 പേർക്ക് 300 രൂപ. അവിടെ തന്നെ നോക്കിക്കുക ഞങ്ങൾ. കാരണം അത് 7 മണിക്കാണ് ആ ബോട്ട് ലാസ്റ്റ് സർവീസ് എടുത്തുന്നത്. 7 മണിക്കാണ്. 7 മണിക്കൊന്നും സർവീസ് നടത്താൻ പാടില്ല ആ കായലിൽ പ്രത്യേകിച്ചിട്ട്. അപ്പോൾ ഇവർ 15 പേർക്ക് ആകെ കൊടുത്തിട്ടുള്ളത് 300 രൂപയാണ്. ഈ 300 രൂപയ്ക്കാണ് വിളിച്ച് കയറ്റാണ്. കാരണം അതിൻ്റെ സാക്ഷികളുണ്ടെന്ന് ഇവിടെ. കാരണം നമ്മളെ പെങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. അതുകൂടെ നമ്മൾ അയൽവാസി ഒരു കുട്ടി, 2 കുട്ടി, 3 കുട്ടികളുണ്ട്. ഇതിന് കയറാണ്ട് നിന്നവരുണ്ട്. വിളിച്ചിട്ടും കയറാത്ത ആൾക്കാരാണ്. അപ്പം ആരാണ് ഈ ജനങ്ങൾക്ക് സുരക്ഷയും കാര്യങ്ങളൊക്കെ കൊടുക്കൽ? ആരാണ്? നമ്മൾ ഗവൺമെൻറ്റാണ് കൊടുക്കൽ, അധികാരികളാണ് കൊടുക്കേണ്ടത്. ഈ അധികാരികൾ തന്നെ കണ്ണ് ചിമ്പി കഴിഞ്ഞാൽ ഇങ്ങനെയല്ല, ഇതിൻ്റെ അപ്പുറം നടക്കൂലേ? നാളെയും നടക്കും. കാരണം ഈ പൈസ മുമ്പിൽ ഇനി നാളെ എന്തെങ്കിലും ഒരു അപകടം വന്നാലായിരിക്കും നമ്മളെല്ലാം വീണ്ടും ഒന്ന് ഉണർന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചില്ലെന്ന്. കാരണം ഇപ്പോൾ ഒരു വർഷമായി നമുക്ക് നമ്മളെ ഫാമിലി നഷ്ടപ്പെട്ട് നമ്മൾ നിൽക്കുകയാണ്. നമ്മൾക്ക് തന്നെ നമ്മളെ വേദനകൾ നമുക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം ഒരാളുടെ നമ്മൾ നെന്നി കീറി കാണിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ഇന്ന് നമ്മൾ കുട്ടികളില്ല, ഭാര്യയില്ല. അതേമാതിരി നമ്മൾ അനിയനിക്ക് ഭാര്യയില്ല, കുട്ടികളില്ല. നമ്മൾ ഉമ്മാൻ്റെ അവസ്ഥയിലാണ്. ഉമ്മക്ക് ഭയങ്കര അവസ്ഥയിലാണ്. കാരണം നിരന്തരം കരയുന്ന പണിയാണ് ഉമ്മക്ക്. നിസ്കാരപ്പായിലായാലും എവിടെ ഇരുന്നാലും ആലോചിച്ച് കരയും. ഇതിങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ ആലോചിച്ച് കരയണ പണിയാണ് ഉമ്മക്ക്. നമുക്ക് ഭയങ്കര വേദന ഉണ്ടാക്കാൻ കാര്യത്തില്ല. കാരണം ഇപ്പോൾ ഈ പറയുന്ന ബോട്ടിൻ്റെ ഉടമകളായാലും ബോട്ട് ഓടിച്ചവനായാലും ഒരു ലൈസൻസ് ഇല്ല, ഒരു മുൻ പരിചയം പോലും ഇല്ല ഒരു ബോട്ട് ഓടിച്ചിട്ടുള്ള. പിന്നെ നമുക്ക് ഭയങ്കര വേദന വന്നതെന്ന് പറയുക, ഇവർ 4 പേരും ഇവരെ തടി സലാമത്തേക്ക് നീന്തി പോയി. അതായത് 4 പേരിൽ നിന്ന് 4 പിള്ളേരെടുത്ത് നീന്താണ്ടെങ്കിൽ ഇന്ന് ആ ഭരണസംഖ്യ കുറക്കാം. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. പിന്നെ ഇതിന് മുൻപരിചയം വേറൊരു ബോട്ട് ഓടിച്ചുള്ള എക്സ്പീരിയൻസ് ഇല്ല, ഒന്നുമില്ല. കാരണം പിന്നെ നമുക്ക് പറയാനുള്ളത് ആ കായലിൽ ഒരു വെള്ളമൊക്കോ ഒരു കാറ്റോ ആ ടൈമിൽ ഒന്നും ഉണ്ടായില്ല. വളരെ നിശബ്ദതയായി കിടക്കുന്ന ഒരു പുഴയായിരുന്നു. എങ്ങനെയാണ് ബോട്ട് മറിഞ്ഞത്? നമുക്ക് തന്നെ അത്ഭുതമാണ്. അപ്പോൾ ഇത് എന്തെല്ലാം ഇവർ കാട്ടിയും കൊണ്ട് ഇവരങ്ങോട്ട് കവുത്തിയും കൊണ്ട് ഇവരങ്ങോട്ട് പോയി. പിന്നെ അതിലൊരു ടൂറിസ്റ്റ് കാരണം മേഖലയിൽ ഇങ്ങനത്തെ ഒരു ബോട്ടൊന്നും ഞാനിപ്പോൾ പല മേഖലയിൽ നമ്മൾ പോയിട്ട് ഇങ്ങനത്തെ ഒരു ബോട്ടിന് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം എലിനെ പിടിക്കണ മാതിരി എലിക്കൂട്ടി കുടുങ്ങിയാൽ എങ്ങനെ എന്നാ മാതിരാണത്. കാരണം ഒരാൾക്ക് അതിനുള്ളിൽ നിന്ന് എത്ര ഞാൻ നല്ല നീന്തുന്ന ആളാണ്. ഇപ്പോൾ നിങ്ങളായാലും എല്ലാവരും നീന്തുന്നവരാണ്. ആ ബോട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ പുറത്തേക്കൊണ്ട് വരാനുള്ള വഴിയില്ല. കാരണം അത് അടിഞ്ഞെടുക്കണം. അത്രയും
സേഫ്റ്റി ഭയങ്കര ഇതിലാണ് ആ ബോട്ട് നിർമ്മിച്ചിട്ടുള്ളത്. കാരണം മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടാണ്, അത് നമ്മൾ ആദ്യം അറിയാം, അത് എന്തെങ്കിലും ഒരു ദിവസം ഇവിടെ തന്നെ അറിയാനുള്ളതെന്നുള്ളത്. പക്ഷേ നമ്മളെ ഫാമിലി വന്നില്ല, നമുക്ക് ഭയങ്കര വിഷമമായി പോയി. നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി നമ്മൾ ഒരുപാട് വ്യക്തികളോടും ഒരുപാട് ഫാമിലിനോടും ഈ മഞ്ചേരി, വേങ്ങര, ഇങ്ങനെ പല മേലിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ബോട്ടിൽ കയറരുത്, ആ ബോട്ട് അപകടം പിടിച്ച ബോട്ടാണ് എന്ന് നമ്മൾ എത്രമാതിരം ആൾക്കാരോട് പറയുന്നുണ്ട്. നിരന്തരം ആ ബോട്ടുമായിട്ട് നമ്മൾ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിട്ട് നിരന്തര കച്ചറാണ്. കാരണം ആ ബോട്ടൊന്നും ആ കായലിൽ ഓടിക്കാൻ പറ്റൂലേ? അത് കായലല്ല, അത് ഒരു തോടായിട്ട് കിടക്കുന്ന സ്ഥലത്ത് ഈ ബോട്ട് ഓടിച്ചുകൊണ്ട് ഇവർക്ക് തോന്നിയമാരങ്ങോട്ട് ചെയ്യുക, വെള്ളം അടിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുക, അങ്ങനെയൊക്കെ തന്നെ ഇവർ ചെയ്ത് അവർ തന്നെ ആ ബോട്ടിൻ്റെ അപകടം വരുത്തുണ്ടാക്കിയത് അവർ തന്നെ. ആ ഡ്രൈവറായാലും ആ മോഹൻലാലിനെ തീരെ വിടാൻ പാടില്ല. കാരണം അവൻ പൈസൻ്റെ മുങ്കിലാണ് അവൻ വലിച്ചുന്നത്. ഇനി നാളെ ഇതിനപ്പുറം പോയിട്ട് ഇതെല്ലാം ജനങ്ങൾ മറന്നു കഴിഞ്ഞാൽ വേറൊരു ബോട്ട് എടുത്തിട്ട് ഇതേപോലെ സർവീസ് കുറേ ആൾക്കാരാണ് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കെല്ലാം ഉണർവ് വരും. ഓ അങ്ങനെയല്ലേ, കുറേ ആൾക്കാർ മരിച്ചില്ലെന്ന്. അന്നേരം നമ്മൾ നാടും വീടും എല്ലാവരും ദുഃഖിച്ചേക്കും. അപ്പോൾ അതന്നെ നമുക്ക് പറയാൻ നമുക്ക് നീതിയാണ് വേണ്ടേ. കാരണം ഹൈക്കോടതി കേസ് എടുത്തതാണ്, അതേമാതിരി നമ്മളെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത ഈ കേസൊക്കെ എവിടെ എത്തി എന്നുള്ളത് നമുക്കറിയില്ല, എവിടെ വരെ എത്തിയെന്ന് നമുക്കറിയില്ല. ഇപ്പം ജുഡീഷ്യൽ അന്വേഷണം തിരൂർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത 3-ാം തീയതിയാണ്, ഇനി അടുത്ത 3-ാം സിറ്റിംഗ് നടക്കുന്നത്, അടുത്ത 3-ാം തീയതിയാണ്. അതിൽ നല്ലൊരു വിധി എന്താണ് ആ വിധിയിലൊക്കെ സുപ്രീം കോടതിയിൽ അല്ല ഹൈക്കോടതിയിൽ നല്ലൊരു വിധി കിട്ടിയാൽ മതി. ഈ പ്രതികൾ ശിക്ഷിക്കപ്പെടണം, അതാരായാലും എവരായാലും, ഈ ഉദ്യോഗസ്ഥന്മാരായാലും ആരായാലും ശിക്ഷിക്കപ്പെടണം. കാരണം അത് നമുക്കൊരു നീതി നമുക്ക് വേണം. നാളെ അത് നമ്മൾ ആദ്യം പറഞ്ഞാണ്. കാരണം ഇതിപ്പോൾ ഒരു വർഷമായി, ഒന്നും നടന്നിട്ടില്ല ഇതുവരെ. ജുഡീഷ്യൽ അന്വേഷണം ഇപ്പോൾ നടന്നിട്ടുള്ളൂ. വേറെ ഒരു കേസിൻ്റെ ഒരു എങ്ങനെയാണ് കേസ് മുന്നോട്ട് പോകുന്നത്, ഏത് രൂപത്തിലാണ് ഇന്ന് വരെ നമുക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമ്മളെ കൂടെ ഒരുപാട് പേര് കക്ഷി ചേർന്നിട്ടുണ്ട്, മുസ്ലിം ലീഗ് കക്ഷി ചേർന്നിട്ടുണ്ട്, അതേമാതിരി ജമാഅത്ത് ഇസ്ലാമി കക്ഷി ചേർന്നിട്ടുണ്ട്. ഇന്നലത്തെ പേപ്പറിൽ വായിച്ച് സമസ്തനകത്ത് കക്ഷി ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വ്യക്തികൾ, ഒരുപാട് ആൾക്കാർ നല്ല മനസ്സുള്ളവരൊക്കെ അത് കക്ഷി ചേർന്നിട്ടുണ്ട്. കാരണം അവർക്കൊക്കെ അറിയാം ഇത് തമ്മാടത്തര അവർ ചെയ്തെന്നുള്ളത്, തെറ്റ് പിള്ളേരുടെ അവരുടെ കയ്യിൽ നിന്നുള്ളത്. ഓനക്കൊരു കൂസലും ഇല്ലാണ്ട് ഓൻ ഗൾഫിൽ പോകുന്നുണ്ട്, വരുന്നുണ്ട്, ഓൻ്റെ ഫാമിലിയായിട്ട് ഓൻ ഉല്ലസിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ മുൻപിൽ കൂടെ അല്ല ഇപ്പോൾ കൊഞ്ഞനും കുത്തിയല്ലേ പോകുന്നത്, നമ്മൾ കാണല്ലേ. അപ്പോൾ എന്തിനാണ് അങ്ങനെയൊക്കെ? നമുക്ക് അവരെ കാണുമ്പോൾ നമ്മളെ മനസ്സുകൊണ്ട് നമുക്ക് താങ്ങാൻ പറ്റില്ല. കാരണം അവരെ മുന്നിൽ കൂടി ചിരിച്ച് പോവാണ്. നമ്മളിവിടെ ഇരിക്കുമ്പോഴൊക്കെ ബൈക്കുമ്പോഴൊക്കെ ചിരിച്ച് പോവാം, രാവിലെയൊക്കെ ചിരിച്ചിട്ട് പോവാണ്, ഒരു പുച്ഛിച്ച ചിരി. ഞങ്ങൾ ആരും ഒന്നും കാട്ടില്ല എന്നുള്ളത്. അപ്പോൾ ആരാണ് ഇവരെ ഇങ്ങനെ ഇത്രയും ഫ്രീഡായിട്ട് നടക്കാനുള്ളൊരു ഇത് ആരവർക്ക് കൊടുക്കുന്നത്? അപ്പോൾ എവിടെയോ നല്ലൊരു പിടുത്തണ്ടായിട്ടല്ല ഇങ്ങനെ നടക്കുന്നത് അവർ. അപ്പം മുഖ്യമന്ത്രിയോടായാലും കോടതിയോടായാലും നമ്മളെ 22 പേർക്ക് മരണപ്പെട്ട ഒരു സംഭവം, നീതി നമുക്ക് വേണം. ആ കുടുംബത്തിനൊക്കെ നീതി വേണം. നാളെ വേറൊരു കുടുംബത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല. നമുക്കുണ്ടായ ഒരു അവസ്ഥ വേറൊരു കുടുംബത്തിന് ഉണ്ടാകാൻ പാടില്ല. അതാർക്കും താങ്ങാൻ പറ്റില്ല. കാരണം താങ്ങാൻ പറ്റാത്തൊരവസ്ഥ കൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ വേദിയിലിരിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒറ്റപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.